ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വളരെ ആഴത്തിൽ ഒരു കൽക്കരി ഖനിയുടെ ഉള്ളിലാണ് ഞാനിപ്പോൾ. കൂടെ കുറച്ച് ആളുകൾ കൂടെയുണ്ട്. അവിടുത്തെ പ്രോജക്ട് എഞ്ചിനീയർമാരും പ്രോജക്ട് ഓഫീസറും ഈ മേഖലയിലെ ഡിവൈഎസ്പിയും പോലീസുകാരുമെല്ലാം. ഇത് ജാർഖണ്ഡിലെ ഖലാരി എന്ന പ്രദേശത്തിനടുത്തുള്ള ചൂരി കോളിയറിയാണ്. വലിയൊരു കൽക്കരി മൈൻ. ഒരു പ്രത്യേക വാഹനത്തിൽ 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മെയിന്റനൻസ് ഷിഫ്റ്റ് ആയതിനാൽ കൽക്കരി പൊട്ടിക്കുന്നത് കാണാനായിട്ടില്ല. ഒരു തണുത്ത കാറ്റ് കടന്നു പോകുന്നുണ്ട്. അതെവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പ്രോജക്ട് ഓഫീസർ അനിൽ കെ സിംഗ് ആണ് കാര്യം വിശദീകരിച്ചു തന്നത്. ഇതിനകത്ത് വലിയൊരു എക്സോസ്റ്റ് സിസ്റ്റമുണ്ട്. അത് ഉള്ളിലെ വായുവിനെ വലിച്ച് പുറത്തേക്ക് വിടും. അതിനാൽ എപ്പോഴും തുരങ്കങ്ങളിലൂടെ ഫ്രഷ് എയർ കടന്നുപോയിക്കൊണ്ടിരിക്കും. ഖനിക്കുള്ളിൽ രൂപപ്പെടുന്ന വാതകങ്ങൾ എപ്പോഴും ഇവിടെ ഒരു ഭീഷണിയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് മീഥെയ്ൻ ഗ്യാസ്. ഖനിയിൽ വലിയ വായുസഞ്ചാരമില്ലാത്തിടങ്ങളിൽ മീഥെയ്ൻ ഗ്യാസ് കെട്ടിക്കിടക്കും. ഒരു ചെറിയ സ്പാർക്കിൽ നിന്ന് പോലും അവിടെ ഒരു സ്ഫോടനമുണ്ടാകാം. അത് തടയുന്നതിനു വേണ്ടി കൂടിയാണ് എപ്പോഴും ശുദ്ധവായു തുരങ്കങ്ങളിലൂടെ പ്രവഹിക്കുന്നത്. പലതവണ അപകടങ്ങളുണ്ടായ ഖനി കൂടിയാണ് ഈ ചൂരി കോളിയറി. 2020 ഓഗസ്റ്റ് 8 രാത്രി ഷിഫ്റ്റിൽ ജോലി നടക്കുന്നതിനിടെ ഇവിടെ ഒരു അപകടമുണ്ടായിരുന്നു. കൽക്കരി പാളികൾക്കിടയിലെ സ്പോണ്ടേനിയസ് ഹീറ്റിംഗ് എന്ന പ്രതിഭാസം മൂലമുണ്ടായ തീപിടുത്തമായിരുന്നു അത്. തുടർന്ന് 2021 ഏപ്രിൽ വരെ ഇവിടെ ഖനനം നിർത്തിവച്ചിരുന്നു. ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഖനി പ്രവർത്തിക്കുന്നത്. എങ്കിലും ആദ്യമായി ഈ ഖനിക്കുള്ളിലേക്ക് വരുമ്പോൾ ഒരു പേടി അനുഭവപ്പെടും. ചെറിയൊരു ഭൂചലനം മതി, തുരങ്കത്തിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞു വീഴും. അങ്ങനെ വഴി അടഞ്ഞുപോയാൽ ഞങ്ങൾ ഇതിനകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഞങ്ങൾ ഖനിയുടെ ഉള്ളിൽ ഏതാണ്ട് അരമണിക്കൂറോളം ചെലവഴിച്ചിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഡിവൈഎസ്പിക്ക് അകമ്പടി സേവിക്കുന്ന പോലീസുകാർ AK-47 തോക്കുമായാണ് വണ്ടിയിൽ കയറിയിരിക്കുന്നത്. ഖനിക്കുള്ളിൽ എന്തിനാണ് തോക്കെന്ന് മനസ്സിലായില്ല. തിരികെ വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ തുരങ്കത്തിന് നടുവിലൂടെ പാളം നീണ്ടുകിടക്കുന്നത് കാണാം. ആ പാളത്തിലൂടെയാണ് ഖനിയിലെ ജീവനക്കാരെയും ഉപകരണങ്ങളുമെല്ലാം കൊണ്ടുപോവുക. പുറത്തേക്കെത്താൻ ഇനിയും കുറേ ദൂരം പോകണം. ഇടയ്ക്കിടെ എല്ലാം ജീവനക്കാർ നിൽക്കുന്നത് കാണാം. ഖനന വിഭാഗം, സുരക്ഷാ വിഭാഗം, സാങ്കേതിക വിഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ഒരു ഖനിയിൽ. അതിൽ ഖനന, സുരക്ഷാ, സാങ്കേതിക വിഭാഗത്തിലുള്ളവർ ഈ തുരങ്കത്തിൽ ജോലി ചെയ്യേണ്ടവരാണ്. മൈനിങ് സർദാർ എന്നറിയപ്പെടുന്നവരാണ് കൽക്കരി പൊട്ടിച്ചെടുക്കൽ, ലോഡ് ചെയ്യൽ എന്നിവയുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. പൊട്ടിച്ച കൽക്കരി പുറത്തെത്തിക്കുന്നതിന് കൺവെയർ ബെൽറ്റിൽ കയറ്റാൻ ലോഡർമാരുണ്ട്. ഡ്രില്ലർമാരാണ് മറ്റൊരു വിഭാഗം. കൽക്കരിപ്പാളികളിൽ സ്ഫോടനം നടത്താനായി സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ്. സ്ഫോടക വിദഗ്ധരായ ഷോട്ട് ഫയറർമാരും ഖനിയിലുണ്ട്. സ്ഫോടനം നടത്തി കൽക്കരിപ്പാളികൾ പൊട്ടിക്കുക എന്നത് വളരെ അപകടം പിടിച്ച പണിയാണ്. മീഥെയ്ൻ പോലുള്ള കത്തുന്ന വാതകങ്ങൾ ഉണ്ടെങ്കിൽ വലിയ തീപിടുത്തമുണ്ടാകും. ഇതൊഴിവാക്കാൻ സുരക്ഷിതമായ പെർമിറ്റഡ് എക്സ്പ്ലോസീവുകൾ മാത്രമാണ് ഈ ഖനിയിൽ ഉപയോഗിക്കുന്നത്. ഖനിക്കുള്ളിലെ വാതകങ്ങളുടെ അളവ് പരിശോധിക്കാനും അപകടസാധ്യത ഒഴിവാക്കാനും പ്രത്യേക സേഫ്റ്റി ഓഫീസർമാർ തന്നെ ഇവിടെയുണ്ട്. ഏതെങ്കിലും വാതകത്തിന്റെ തോത് ക്രമാതീതമായി ഉയർന്നാൽ അലാം നൽകി എല്ലാവരെയും ഖനിയിൽ നിന്നും ഒഴിപ്പിക്കും. ഒരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു സബ്സ്റ്റേഷനുണ്ട്. തുരങ്കത്തിലെ പവർ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ഒരിടം. താഴെ ഒരു ചാൽ. ഭൂമിയുടെ ഇത്രയും താഴ്ചയിലെത്തുമ്പോൾ വെള്ളമുണ്ടാവുമെന്നത് സ്വാഭാവികമാണല്ലോ. അതിവിടെ നിന്നും നിരന്തരം പമ്പ് ചെയ്ത് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയാണ് ഇവിടെ നിലയ്ക്കാത്ത വൈദ്യുതി ആവശ്യമുള്ളത്. ഇതുപോലെ പല പല കേന്ദ്രങ്ങളുണ്ട്. ഭൂമിക്കടിയിലെ വലിയ ജലശേഖരങ്ങളോ ഭൂഗർഭ നദികളോ ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനിടെ പൊട്ടിയൊഴുകാറുണ്ട്. മുൻപ് ഇന്ത്യയിലും ചൈനയിലും ഖനിയിൽ വെള്ളം നിറഞ്ഞുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിരുന്നു. അത്തരം ഭീഷണി ഒഴിവാക്കാൻ ഇപ്പോൾ ഡിജിറ്റൽ മാപ്പിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ജലസാന്നിധ്യം കണ്ടെത്തി
അവിടെ മൈനിംഗ് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഞങ്ങളെല്ലാം വീണ്ടും വണ്ടിയിൽ കയറി. ഇതിനിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് എല്ലാവരുടെയും ഒരു ഫോട്ടോ എടുക്കണം. എല്ലാവരും വാഹനത്തിലിരിക്കുന്ന ഫോട്ടോ. സുഹൃത്ത് ജിൻഡോയുമുണ്ട് വാഹനത്തിൽ. അദ്ദേഹമാണ് എനിക്ക് ഈ ഖനി ഷൂട്ട് ചെയ്യുന്നതിനുള്ള കോർഡിനേഷൻ നടത്തിയത്. ജിൻഡോയുടെ കഠിന പരിശ്രമം കൊണ്ടാണ് ഇത് സാധ്യമായതും. ഇവിടുത്തെ ടെലി മോണിറ്ററിംഗ് സിസ്റ്റം ഇവിടെയാണ്. അങ്ങനെ മെയിൻ തുരങ്കത്തോട് ചേർന്നുള്ള ഓരോ പൊത്തുകളിലും ഓരോരോ സംവിധാനങ്ങളുണ്ട്. ഖനിയിലെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള സംവിധാനമാണ് ടെലി മോണിറ്ററിംഗ് സിസ്റ്റം. വാതക വിശകലനം, വായു സഞ്ചാര നിരീക്ഷണം എന്നിവയ്ക്കെല്ലാമുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ അതിലുണ്ട്. 1948 പ്രവർത്തനം തുടങ്ങിയ ഖനിയാണ് ഇതെന്ന് പറഞ്ഞല്ലോ. കണ്ടിന്യൂസ് മൈനർ എന്ന പുതിയ സാങ്കേതികവിദ്യ വന്നതോടെ പ്രതിവർഷം 80 ലക്ഷം ടൺ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് ഈ ഖനി എത്തിയിട്ടുണ്ട്. അത്രയും കൽക്കരി എടുത്താൽ തന്നെ ഇനിയും 15 മുതൽ 20 വർഷം തുടർച്ചയായി ഇവിടെ ഖനനം നടത്താമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു കൽക്കരി ഖനി കണ്ടെത്തുന്നതു മുതൽ അത് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെയുള്ള പ്രക്രിയകൾ സങ്കീർണവും ദീർഘകാലം നീളുന്നതുമാണ്. ജിയോളജിക്കൽ സർവേയിലൂടെയാണ് കൽക്കരിയുള്ള ഭൂപ്രദേശം കണ്ടെത്തുന്നത്. തുടർന്ന് ഡ്രില്ലിംഗിലൂടെ മണ്ണും പാറയും തുരന്ന് താഴെയുള്ള കൽക്കരിയുടെ ഗുണമേന്മയും അളവും താഴ്ചയുമെല്ലാം കണക്കാക്കുന്നു. ഒരു ഫീസിബിലിറ്റി സ്റ്റഡിക്ക് ശേഷം പരിസ്ഥിതി അനുമതി നേടൽ, ഭൂമി ഏറ്റെടുക്കൽ, ഖനനത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കൽ എന്നിവയെല്ലാം നടക്കും. ഖനന പ്രദേശത്തേക്ക് റോഡുകൾ പണിയും, വൈദ്യുതി എത്തിക്കും. വർഷങ്ങൾ നീളുന്ന ഈ ജോലികൾക്ക് ശേഷം മാത്രമാണ് ഖനിത്തുരങ്കങ്ങളുടെ പണി തുടങ്ങുക. ഞങ്ങൾ ഖനിമുഖത്തേക്കെത്തി. തുരങ്കത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിയിരിക്കുന്നു. വെൽക്കം ടു ചൂരി പ്രോജക്റ്റ് എന്ന ബോർഡ് കണ്ടു. ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഭൂമിക്കടിയിലെ ആ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഭൂനിരപ്പിൽ നിന്നും 77 മുതൽ 88 വരെ മീറ്റർ ആഴത്തിലാണ് ഇതിലെ തുരങ്കങ്ങൾ. ഭൂഗർഭത്തിലെ ഒരു പ്രത്യേക ലോകം തന്നെയാണത്. മുൻപ് 2000-ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന കാലത്ത് ഓരോ ഷിഫ്റ്റിലും കുറഞ്ഞത് 500 പേരെങ്കിലും ഖനിക്കുള്ളിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ ആധുനികമായ ഖനനയന്ത്രങ്ങൾ വന്നതോടെ ഒരു ഷിഫ്റ്റിൽ 115 പേർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്. തുരങ്കത്തിൽ നിന്നും റെയിൽ കയറി വരുന്നിടത്ത് ഇങ്ങനെ കുറെ ഉരുക്കുവടം ചുറ്റിയിട്ടിട്ടുണ്ട്. ജീവനക്കാരെയും ഉപകരണങ്ങളുമെല്ലാം ഖനിയിലേക്ക് കൊണ്ടുപോകുന്ന ക്യാബിൻ വലിച്ചുയർത്തുക ഈ വടമാണ്. കുറേയേറെ ബോർഡുകളുണ്ട് ഈ പരിസരത്ത്. ജീവനക്കാർക്കും ലോറിക്കാർക്കുമെല്ലാമുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ കൂടുതലായും. ആകെ പൊടിമയമാണ് ഇവിടമെല്ലാം. കൽക്കരിപ്പൊടി ഇല്ലാത്തിടത്ത് മണ്ണിന്റെ പൊടിയാണ്. ഖനിക്കുള്ളിൽ കൂടി നടന്നതേയുള്ളൂവെങ്കിലും ഷർട്ടിലും പാൻസിലും ഷൂസിലും കൈകളിലുമെല്ലാം പൊടി പരന്നിട്ടുണ്ട്. വാഹനത്തിലും പൊടിയുണ്ട്. മുകളിൽ കാണുന്നത് കൺവെയർ സംവിധാനമാണ്. അതിലാണ് കൽക്കരി ഖനിയുടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കയറിയിടത്ത് തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. എല്ലാവരും ഇറങ്ങി. ശരീരത്തിൽ മൊത്തം കരിപ്പൊടി പുരണ്ടിരിക്കുന്നു. ഡ്രിഫ്റ്റ് റണ്ണർ എന്നാണ് ഈ വാഹനത്തിന്റെ പേര്. FSV അഥവാ ഫ്രീ സ്റ്റിയേർഡ് വെഹിക്കിളാണ്. ഭൂഗർഭ കൽക്കരി ഖനികളിലെ ഉപയോഗത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വണ്ടിയാണ്. ഓസ്ട്രേലിയയിലെ PPK മൈനിംഗ് എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനി നിർമ്മിച്ചതാണിത്. സാധാരണ വിപണിയിൽ ഈ വാഹനം ലഭിക്കില്ല. ഓർഡർ നൽകി നിർമ്മിക്കണം. സുരക്ഷാ നിലവാരമനുസരിച്ച് 50 ലക്ഷം മുതൽ 1.5 കോടി വരെയാണ് ഇതിന്റെ വില. ഞങ്ങൾ പിറ്റ് ഓഫീസിലേക്ക് നടന്നു. ഹെൽമറ്റും റിഫ്ലക്ടറും ടോർച്ചുമെല്ലാം തിരികെ ഏൽപ്പിച്ച് കൈയും കാലും മുഖവുമൊക്കെ ഒന്ന് കഴുകണം. അകത്ത് വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാലും മുഖവുമൊക്കെ കഴുകി വന്നു. അനിൽ കെ സിംഗ് ഓരോ ചായ ഓർഡർ ചെയ്തിരുന്നു. അത് കുടിച്ചു. കുറച്ചുനേരം കൂടി അദ്ദേഹവുമായി വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ DYSPക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹം താമസിയാതെ മടങ്ങുകയാണ്. അനിൽ കെ സിംഗിനോടും നന്ദി ചൊല്ലി. ഇവിടെ പല പല സംവിധാനങ്ങളുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റം എന്നിങ്ങനെ പലതും. അത് കാണാനായി ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങളോടൊപ്പം വിട്ടു. ജിൻഡോ കൂടെയുണ്ട്. ഞങ്ങൾ ഭൂഗർഭ ഖനിയിൽ നിന്നും കയറി വന്ന വഴിയാണ്
ഈ താഴെ കാണുന്നത്. അതിന്റെ നടുവിലൂടെയുള്ള ട്രാക്കുകൾ ഇപ്പോൾ വ്യക്തമായി കാണാം. ഇതാണ് CDS റൂം, സെൻട്രൽ ഡെസ്പാച്ച് സിസ്റ്റം റൂം എന്ന പൂർണ്ണരൂപം. CDS room, telephone communication. Okay. From surface to underground. ഇദ്ദേഹം അത് കാണിച്ചു തരാൻ കൊണ്ടുപോവുകയാണ്. വലിയ ശാസ്ത്രീയമായ സംവിധാനങ്ങളൊന്നുമല്ല. ഒരു കൽക്കരി ഖനിയുടെ കൺട്രോൾ റൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടമാണ്. ഇതാണ് ഖനിയിലെ പവർ കൺട്രോൾ സിസ്റ്റം. ഭൂഗർഭത്തിലെ ഓരോ ടണലിലൂടെയുമുള്ള വൈദ്യുതി നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. വൈദ്യുതി മാത്രമല്ല, ബെൽറ്റ് കൺവെയറുകൾ, ഫാനുകൾ, പമ്പുകൾ, എക്സോസ്റ്റിംഗ് സിസ്റ്റം എന്നിവയെല്ലാം ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കാനാവും. ഖനിക്കുള്ളിലെ വാതകങ്ങളുടെ അളവ് നിരീക്ഷിക്കുന്നതും അപകടമുണ്ടായാൽ മുന്നറിയിപ്പ് നൽകുന്നതുമെല്ലാം ഈ CDS റൂം വഴിയാണ്. പുറത്തേക്കിറങ്ങുമ്പോൾ ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. Workers go this way, no? ഖനിയിൽ നിന്നും കൽക്കരിയുമായി വരുന്ന കൺവെയർ ബെൽറ്റിന്റെ അവസാന പോയിന്റ് ഇതാണ്. കൺവെയർ ബെൽറ്റ് മാറ്റുന്ന ജോലി നടക്കുകയാണ്. ये cable है. ഇവിടെ വലിയൊരു റോൾ കാണാം. Belt. മെയിന്റനൻസ് ഷിഫ്റ്റാണ് ഇപ്പോൾ ഖനിയിൽ. അതുകൊണ്ടാണ് കൺവെയർ ബെൽറ്റ് പ്രവർത്തിക്കാത്തത്. അതല്ലെങ്കിൽ ഈ ബെൽറ്റ് ഓടിക്കൊണ്ടിരിക്കും. അതിൽ ഖനിയിൽ നിന്നുള്ള കൽക്കരി കയറി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഖനിക്കുള്ളിലേക്ക് പോയ തുരങ്കത്തിന് സമാന്തരമായുള്ള മറ്റൊരു തുരങ്കത്തിലൂടെയാണ് ഈ കൺവെയർ ബെൽറ്റ് നീണ്ടുപോകുന്നത്. ഇതിന്റെ ഒരറ്റം ഞാൻ ഖനിയുടെ ഉള്ളിൽ കണ്ടിരുന്നു. ബെൽറ്റിലൂടെ വരുന്ന കൽക്കരി ഇവിടെയാണ് വന്നു വീഴുക. അവിടുത്തെ എക്യുപ്മെന്റുകളൊക്കെ ഇവിടെ കാണാം. കൂറ്റൻ മോട്ടോറുകളാണ് കൺവെയർ ബെൽറ്റിനെ ചലിപ്പിക്കുന്നത്. താഴെയും മോട്ടോറുകളുണ്ട്. കൺവെയർ ബെൽറ്റിൽ കൽക്കരി നേരെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തും. ഇവിടെ താഴെ ഒരു യാർഡുണ്ട്. അവിടെയും കൽക്കരി ചെന്നു വീഴും. അവിടെ JCBയുടെ ഒരു ലോഡറുണ്ട്. അത് കൽക്കരി കോരി ലോറിക്കുള്ളിൽ നിറയ്ക്കുന്നു. ഓരോ ട്രക്കും നീങ്ങുന്നതിനനുസരിച്ച് ലോഡർ അടുത്ത ട്രക്കിൽ കൽക്കരി നിറയ്ക്കുന്നു. നിരവധി ട്രക്കുകൾ ആ യാർഡിലുണ്ട്. മൈനിൽ നിന്നെത്തുന്ന കൽക്കരി നേരെ വിപണിയിലേക്ക് വിടാനാവില്ല. അതിൽ മണ്ണ്, പാറക്കഷ്ണങ്ങൾ, സൾഫർ തുടങ്ങി ധാരാളം അനാവശ്യ വസ്തുക്കൾ ഉണ്ടാവും. അവയെല്ലാം നീക്കം ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിപണിയിലേക്ക് വിടൂ. അതിനാൽ ഇവിടെ നിന്നുള്ള കൽക്കരി ആദ്യം പോവുക കോൾ വാഷിംഗ് സ്റ്റേഷനിലേക്കാണ്. കൽക്കരി ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് കോൾ വാഷിംഗ്. ഇവിടെ നിന്നും രാജറപ്പ, കത്താറ, പിപ്പർവാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സെൻട്രൽ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിന്റെ വാഷറുകളിലേക്ക് ലോറികളിൽ കയറ്റി കൽക്കരി കൊണ്ടുപോകുന്നു. ചൂരി ഖനിയിൽ നിന്നു മാത്രം പ്രതിദിനം 2000 മുതൽ 2800 വരെ ടൺ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇപ്പോൾ പ്രതിവർഷം ഇന്ത്യ 100 കോടി ടൺ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവിടങ്ങളിലേക്ക് കൽക്കരി കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. എന്നാൽ സ്റ്റീൽ നിർമ്മാണത്തിനാവശ്യമായ കോക്കിംഗ് കോൾ എന്ന ഇനം കൽക്കരി ഇപ്പോഴും ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നു. നിലത്ത് മുഴുവൻ കൽക്കരി പൊടിയാണ്. എന്റെ ഷൂസിന് തന്നെ മറ്റൊരു നിറമായി. ഇനി ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും അനിൽ കെ സിംഗ് വീണ്ടും ഇറങ്ങി വന്നു. എന്നാണ് ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ് ജിൻഡോയ്ക്ക് സ്വന്തം നമ്പറും കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. ഇൻസ്പെക്ടർ ജയദീപ് ടോപ്പോയുടെ വാഹനം പൈലറ്റ് വണ്ടി പോലെ ഞങ്ങളുടെ മുന്നിൽ പോകുന്നുണ്ട്. കൽക്കരി നിറച്ച ലോറികൾ നീങ്ങുന്നു. ജാർഖണ്ഡിന്റെ പല ഭാഗങ്ങളിലുള്ള വാഷറുകളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും കൽക്കരി കൊണ്ടുപോകുന്ന ലോറികൾ. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൌ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ലോകത്തെവിടെയാണെങ്കിലും ഒരു മൈൻ ഏരിയ ഇങ്ങനെയാണ്. ഖനികൾക്കും പരിസരത്തിനും മറ്റൊരു സംസ്കാരമാണ്. അത് സ്വർണ്ണഖനിയാവട്ടെ, കൽക്കരി ഖനിയാവട്ടെ, മറ്റേതെങ്കിലും ഖനിജങ്ങളുടെ മൈനാവട്ടെ, അതിന്റെ പരിസരങ്ങൾ ഇങ്ങനെയൊക്കെയാവും. മൈനുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം വസിക്കുന്ന ഒരു പട്ടണമാണ് ഖലാരി. ഇവിടെ നമ്മൾ കാണുന്ന ആളുകൾ മുഴുവൻ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഖനിയുമായി ബന്ധപ്പെടുന്നവരാണ്. അവർക്കുള്ള പച്ചക്കറികളും നിത്യോപയോഗ സാധനങ്ങളും വിൽക്കുന്നവർ.
അവരെ ആശ്രയിക്കുന്ന ഓട്ടോകളും ടാക്സികളും, അവർക്കുള്ള ചായക്കടകൾ, സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡിന്റെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ, ഖനിയിലെ ദിവസവേതന തൊഴിലാളികളുടെ താമസയിടങ്ങൾ എന്നിവയെല്ലാമുണ്ട് ഖലാരിയിൽ. ഞാൻ സന്ദർശിച്ച ഖനിയുടെ ചുറ്റുപാടുമായി 16 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഖലാരി. 22,000 ഇവിടുത്തെ ജനസംഖ്യ. അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഖലാരി. ഓപ്പൺ കാസ്റ്റ് മൈനുകളിൽ നിന്ന് സദാസമയവും ഉയരുന്ന പൊടിയും കൽക്കരി കൊണ്ടുപോകുന്ന ലോറിയിൽ നിന്ന് പറക്കുന്ന പൊടിയും വലിയ മലിനീകരണമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരിടത്ത് വണ്ടി നിർത്തി ജിൻഡോ മുൻപേ ഇറങ്ങി നടന്നു. ഈ സ്ഥലത്ത് ഒരു ഓപ്പൺ മൈൻ കാണാമെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഞാനും അങ്ങോട്ട് ചെന്നു. ഒരു വിജനമായ പറമ്പ്. അതിലൂടെ കുറേ നടന്നു ചെല്ലുമ്പോൾ അങ്ങ് താഴെ എന്തൊക്കെയോ പണി നടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. JCBയുടെ ഇരമ്പലും ട്രക്കുകളുടെ മുരളിച്ചയുമൊക്കെ. നടന്ന് വലിയൊരു ഗർത്തത്തിന്റെ വക്കിലേക്കെത്തി. ഗർത്തത്തിന്റെ വക്കിൽ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് പുക വമിച്ചുകൊണ്ടിരിക്കുന്നു. കൽക്കരിയുടെ സ്വയം ജ്വലനത്തെ തുടർന്ന് ഉയരുന്ന പുകയാണത്. ഖനനശേഷം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തെ കൽക്കരി അവശിഷ്ടങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രതിവർത്തിച്ച് തീപിടിക്കുന്നത് പതിവാണ്. ഖനികളുടെ വിള്ളലുകളിലൂടെ വായു അകത്തേക്ക് പ്രവേശിക്കുന്നതിനാൽ തീ പടർന്നുകൊണ്ടേയിരിക്കും. കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീഥൈൽ തുടങ്ങിയ വിഷവാതകങ്ങൾ അടങ്ങിയ പുകയാണ് ഇവിടെ പടരുന്നത്. മലഞ്ചെരുവിൽ പലയിടത്തും തീ കത്തുന്നുണ്ട്. രാത്രിയിൽ അത് തെളിഞ്ഞു കാണാനാവും. ഞാൻ ആ ക്ലിഫിലൂടെ നടന്നു. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പോകാവുന്ന വിധം വിണ്ടു നിൽക്കുന്ന ക്ലിഫാണ്. വലിയൊരു ഗർത്തം. അതിന്റെ താഴെ വലിയ ഖനിയാണ്, ഓപ്പൺ മൈൻ. നേരത്തെ ഞാൻ കണ്ടത് ഭൂഗർഭ ഖനിയാണെങ്കിൽ ഇതൊരു തുറന്ന ഖനിയാണ്. ഇവിടെയും കൽക്കരിയാണ് ഖനനം ചെയ്യുന്നത്. വലിയൊരു പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഓപ്പൺ മൈൻ. ഈ കിടക്കുന്നതൊക്കെ മണ്ണാണ്, കൽക്കരിയല്ല. ഭൂമിക്കടിയിലുള്ള കൽക്കരിപ്പാളിയുടെ മുകളിലുള്ള മണ്ണും പാറകളും നീക്കം ചെയ്ത ശേഷമാണ് ഖനനം ആരംഭിക്കുക. ഭൂഗർഭ ഖനികളിലേതിനേക്കാൾ ഉൽപാദനം ഓപ്പൺ മൈനുകളിലാണ് ഉണ്ടാവുക. പക്ഷേ ഇത് പരിസ്ഥിതിക്ക് വലിയ പ്രശ്നമുണ്ടാക്കും. ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ ആകെ മാറിപ്പോവുകയും ചെയ്യും. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങു ദൂരെ കൂറ്റൻ ഡംപ് ട്രക്കുകൾ ഖനിജവുമായി നീങ്ങുന്നത് കാണാം. 50-100 ടൺ ലോഡ് കൊണ്ടുപോകുന്ന ട്രക്കുകൾ. കുറെ ടിപ്പറുകളുമുണ്ടിവിടെ. അവയെല്ലാം അങ്ങനെ ഗർത്തത്തിന്റെ വക്കിലൂടെ നീങ്ങുന്നു. അക്കാണുന്നതാണ് ഖനിയിൽ നിന്നുള്ള കൽക്കരി കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു യാർഡ്. വാഹനങ്ങൾ നിരന്തരം കൽക്കരിയുമായി യാർഡിലെത്തുന്നു. കൽക്കരി നിക്ഷേപത്തിന്റെ മുകളിൽ നിന്ന് മാറ്റുന്ന മണ്ണും പാറയും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരിടമാണിത്. ഓപ്പൺ പിറ്റുകൾ അന്തരീക്ഷ മലിനീകരണത്തിന് മാത്രമല്ല കാരണമാവുന്നത്. അത് ഭൂമിയുടെ ഘടന തന്നെ മാറ്റുന്നു. മൈൻ ടെയിലിംഗ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഖനി മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് മണ്ണിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. അവിടെ പിന്നെ മരങ്ങളോ ചെടികളോ വളരില്ല, കൃഷിയും സാധ്യമാവില്ല. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യത്തെ അവഗണിക്കാൻ കഴിയില്ലല്ലോ. ഈ കുഴിച്ചെടുക്കുന്ന കൽക്കരിയില്ലെങ്കിൽ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കും. ജാർഖണ്ഡിന്റെ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു ആഘാതം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ വ്യാവസായിക രംഗത്ത് മുന്നേറുന്നത്. സാമ്പത്തിക രംഗത്ത് ചില ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രകൃതിക്ക് ചില ദോഷങ്ങളും ഉണ്ടാവുന്നു. ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി. കൽക്കരി കൊണ്ടുപോകാൻ 100 കണക്കിന് ട്രക്കുകൾ വരുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ, റിപ്പയർ യാർഡുകൾ, വെൽഡിംഗ് സെന്ററുകൾ, ടയർ പഞ്ചറൊട്ടിക്കുന്ന സ്ഥലങ്ങൾ, ടയർ കട്ട ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങൾ, സ്പെയർ പാർട്സ് കടകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. അതിൻ്റെയൊക്കെ മുന്നിൽ ഏതോ ഹോളിവുഡ് സിനിമയിലെ കഥാപാത്രങ്ങളെപ്പോലെ ചിലർ. മുഷിഞ്ഞ നിറമുള്ള ഒരു സ്ഥലം. ഈ പ്രദേശത്ത് പലയിടത്തുമുണ്ട് ഇങ്ങനെയുള്ള വണ്ടിത്താവളങ്ങൾ. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. തൊഴിലാളികൾ താമസിക്കുന്ന ദാരിദ്ര്യം മുഖമുദ്രയായ വീടുകളുടെ നിരകൾ. ഖനിയുമായി ബന്ധപ്പെട്ട പലവിധ ജോലികൾ ചെയ്യുന്നവർ താമസിക്കുന്ന ഇടങ്ങളാണ്. കൽക്കരി കൊണ്ടുപോകാൻ പല നാടുകളിൽ നിന്ന് വരുന്ന ട്രക്കുകാർ, അവർക്ക് വിശ്രമത്തിന് അവസരമൊരുക്കുന്ന ചില സങ്കേതങ്ങൾ, ചെറിയ ചായക്കടകൾ.
ഇതെല്ലാം ഉള്ളതാണ് ഇത്തരമൊരു ഖനിപ്രദേശം. ഖനികൾ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജാർഖണ്ഡിൽ ഇടയ്ക്കിടെ പ്രതിഷേധങ്ങളും ഉണ്ടാവാറുണ്ട്. ഖനിയുടെ ചുറ്റുവട്ടത്ത് മാത്രമല്ല, കൽക്കരിയുമായി ട്രക്കുകൾ നീങ്ങുന്ന കിലോമീറ്ററോളം പ്രദേശങ്ങളിലും മലിനീകരണ പ്രശ്നമുണ്ട്. ഖനനത്തിനായി കാടുകൾ നശിപ്പിക്കുമ്പോൾ പകരം വനം വെച്ചുപിടിപ്പിക്കുന്നില്ല എന്നതും പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഇപ്പോൾ ഇടതുഭാഗത്ത് ഖലാരിയിലെ റെയിൽവേ ട്രാക്കുകൾ കാണാം. ഈ റെയിൽവേ ലൈൻ പ്രധാനമായും കൽക്കരി കൊണ്ടുപോകാൻ മാത്രമുള്ളതാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കൽക്കരിയുമായി ഗുഡ്സ് ട്രെയിനുകൾ ഇവിടെ നിന്നും നീങ്ങുന്നു. ഈ പരിസരത്ത് CCL ഓപ്പറേറ്റ് ചെയ്യുന്ന 10 ഖനികളുണ്ട്. അതിൽ 7 ഓപ്പൺ കാസ്റ്റ് ഖനികളാണ്. ആ അറിവുകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.